ആ കോഴിക്കോട് വിമാനത്താവളത്തിൽ കള്ളസ്വർണ്ണം എല്ലാം കൂടെ അദ്ദേഹം കേരള പോലീസിനെ വെച്ച് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിലവിളിച്ച UDF-കാരനാണ് ഈ പറയണത്. കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഈ കള്ളക്കടത്ത് സ്വർണം പിടിച്ച മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അതിൻ്റെ അറ്റത്തൊരു മലപ്പുറം ജില്ലയിലാണ് അതെന്ന് പറഞ്ഞു പോയതോടുകൂടി തലവെട്ടിയില്ലേ നിങ്ങൾ? അതുകൊണ്ട് കള്ളക്കടത്തിൻ്റെ ഒക്കെ ഉത്തരവാദികളോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നും ഇവിടെ ചെലവാകുന്ന കാര്യമാണ്. ഞാൻ 3000 കിലോ ചെമ്പിന്റെ കാര്യം ഞാൻ പറയട്ടെ. എന്റെ സമയത്ത് 3000 കിലോ ചെമ്പ് 3000 കിലോ ചെമ്പെന്ന് ഞാൻ ഇവിടെ പറഞ്ഞത് അല്ലല്ല. അജിംസ മര്യാദകേടാണ് ഈ കാണിക്കുന്നത്. 3000 കിലോ ചെമ്പത് ഞാൻ ഈ ഇവിടെ പറഞ്ഞ എവിടുന്ന് കിട്ടിയ കണക്കാണ്. അജിംസും മറ്റേ വേറെ ആളുകളും പറയുന്നു കണക്കില്ലെന്ന് ഞാൻ പറഞ്ഞു എന്ന്. ഇതാണ് സത്യാനന്തര കാലം. ഞാനിവിടെ ഒരു 3000 കിലോ ചെമ്പെന്ന് പറഞ്ഞായിരുന്നു, ഒരു 30.3 കിലോ സ്വർണ്ണം എന്ന് പറഞ്ഞായിരുന്നു. ഇത് ഞാൻ എവിടുന്ന് കിട്ടി ഈ കണക്ക്? അനിൽകുമാറിന് അത് 30 കിലോ എന്ന് പറയാം, 30 കിലോ വിജയമല്ലിക്ക് പറയാം. പക്ഷെ ദേവസ്വം ബോർഡിന്റെ കണക്ക് വേണം. അനിൽകുമാർ 30 കിലോ എന്ന് പറയാം, നാളെ വിജയമല്ലിക്ക് പറയാം 50 കിലോ എന്ന് പറയാം. ദേവസ്വം ബോർഡിന്റെ കണക്ക് വേണ്ടെന്നാണ് ചോദ്യം. ദേവസ്വം ബോർഡിന് രേഖയുണ്ടോ? എന്റെ സമയം കളയാതെ മിസ്റ്റർ, ഞാൻ പറയട്ടെ. 30.3 കിലോ സ്വർണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ എവിടുന്ന് കിട്ടിയ കണക്കാണ്. അതിന് രേഖയുണ്ട്. ദേവസ്വം ബോർഡിന്റെ അവിടെ ചെയ്തതിന് രേഖയുണ്ട്. രേഖയില്ലെന്നല്ല പറഞ്ഞത്. പിണറായി വിജയൻ ദേവസ്വം പ്രസിഡന്റ് പറയുന്നു 2019 അവിടെ ഉണ്ടായിരുന്നത് ചെമ്പാണെന്ന്. അതെങ്ങനെ പറയുന്നു? രേഖയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ രേഖ കാണാൻ പറ്റുന്ന കാര്യം മനസ്സിലാക്കൂ. ഇത്ര നേരം നിങ്ങൾ ഈ പറഞ്ഞതിന് മറുപടി പറയാൻ ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. ശരി ശരി അനിൽകുമാർ പറയും. ഇത്ര നേരം നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയാൻ ഇരിക്കുകയാണ്. ആകപ്പാടെ അര സെക്കൻഡ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വേറെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ എൻ്റെ പാർട്ടിയുടെ വാദം. അവിടെ വിജയമല്യ ചെയ്തതിന് രേഖയുണ്ട്. ഈ പറയുന്ന പോലെ ഈ പറയുന്ന പോറ്റ് കൊണ്ടുപോയപ്പോൾ മകസറുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ കൊണ്ടുപോയ ഉദ്യോഗസ്ഥന്മാരിൽ തിരുവാഭരണ കമ്മീഷനുണ്ട്, മറ്റുള്ളവരും ഉണ്ട്. അവരോട് ചോദിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചോദിക്കാനായിട്ട് വിജിലൻസിൻ്റെ SP, കൊള്ളാവുന്ന SP എന്ന് പറഞ്ഞില്ലേ, ആ SP തന്നെ ചോദിക്കട്ടെ. അദ്ദേഹം സത്യസന്ധമായിട്ട് ചെയ്യുന്നു ഹൈക്കോടതി കണ്ടുകൊണ്ടല്ലേ നിങ്ങൾ തന്നെ അന്വേഷിക്കാൻ ദേവസ്വം ബോർഡിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യവും കൂട്ടിക്കുഴയ്ക്കണ്ട. ആകെ ഒറ്റ കാര്യമുള്ളൂ. വിജയമല്യ ചെയ്ത മൊത്തം വർക്കിൽ ഈ പറയുന്ന ഭാഗത്തെ വർക്കിന് എത്രത്തോളം സ്വർണം വേണ്ടി വന്നിട്ടുണ്ട് കണക്കുണ്ടോ എന്ന് അവിടെ പരിശോധിച്ചിട്ടറിയാം. ഇപ്പം എനിക്ക് കണക്ക് പറയാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണ്? ആ രേഖ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ്, പോലീസിൻ്റെ കയ്യിലാണ്. അപ്പോൾ പ്രത്യേകമായി ഈ ഭാഗത്തിന് എത്ര സ്വർണ്ണം ഉണ്ടായിരുന്നു അത് ആ മകസൂർ നോക്കിയാൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും. രണ്ടാമത്തെ കാര്യം, സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനം അവിടെ കൊണ്ടുവന്നത് വിജയമല്യയാണോ അതിനുശേഷം പോറ്റിയാണോ? വിജയമല്യ ആണ് എന്നാണ് ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞത്. 40 കൊല്ലം ഗ്യാരണ്ടി ഉണ്ട്. 40 കൊല്ലം ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ സ്വർണ്ണമാണെങ്കിലും ചെമ്പാണെങ്കിലും അവിടെ സമർപ്പിക്കപ്പെട്ടത് അവിടെ കാണും. ഒരാളും അടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ഒരു പോറ്റിക്കും അടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല.